തെരുവു നായ്ക്കളെ പ്രതിരോധിക്കാൻ കർമ്മ പദ്ധതിയുമായി തൃക്കൂർ പഞ്ചായത്ത്. ഒരുമിക്കാൻ നമുക്ക് തെരുവു നായ ശല്യം ഒഴിവാക്കാൻ എന്ന സന്ദേശവുമായി പഞ്ചായത്ത് പരിധിയിൽ വ്യാപക പ്രചാരണം നടത്തും. തെരുവു നായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് വ്യാഴാഴ്ച ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനങ്ങളുണ്ടായത്. തെരുവു നായ്ക്കളെ വീടുകളിൽ വളർത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് നിർബന്ധമാക്കാൻ യോഗത്തിൽ തീരുമാനമുണ്ടായി. ഇറച്ചിക്കടകൾ, മീൻ വിൽപ്പനക്കാർ, ഹോട്ടലുകൾ, തട്ടുകടകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിലെ മാലിന്യ സംസ്കരണം നിർബന്ധമാക്കി. വീടുകളിലെ ഭക്ഷണ പദാർത്ഥങ്ങളും മാലിന്യങ്ങളും യാതൊരു കാരണവശാലും പുറത്തേക്ക് വലിച്ചെറിയരുത്. ജനവാസ മേഖലകളിൽ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകരുത്. കർമ്മപരിപാടിക്ക് വ്യാപക പ്രചാരണം നൽകുന്നതിനും നാട്ടുകാരുടെ സഹകരണം ഉറപ്പാക്കുന്നതിനും സർവകക്ഷി യോഗം തീരുമാനിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, ജനപ്രതിനിധികൾ, വെറ്റിനറി വകുപ്പ്, സംഘടനാ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞെള്ളൂർ, മാവിൻചുവട് പ്രദേശങ്ങളിൽ തെരുവു നായ്ക്കളെ കൊണ്ട് ജനം വലയുകയാണ്. മാവിൻചുവട് 2 വ്യാപാരികൾക്കും ഞെള്ളൂരിൽ ഒരു വിദ്യാർത്ഥിക്കും നായകൾ ഓടിപ്പിച്ചതിനെ തുടർന്ന് പരിക്കേറ്റു. നായശല്യം രൂക്ഷമായ ഞെള്ളൂർ നിവാസികൾ പഞ്ചായത്തിലേക്ക് പ്രതിഷേധമായെത്തിയാണ് പരാതി നൽകിയത്. മാവിൻചുവട് പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ബൈക്കിൽ നിന്ന് വീണ 2 വ്യാപാരികൾക്ക് പരിക്കേറ്റിരുന്നു. തെരുവു നായ്ക്കളുടെ ആക്രമണ ഭീഷണി രാപ്പകലില്ലാതെ നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാട്ടുകാർ ഭീതിയോടെയാണ് യാത്ര ചെയ്യുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റും പഞ്ചായത്തിൽ പരാതി നൽകി.